ആദ്യം ശ്രീ കെ സരുൺകുമാർ അതിജീവനത്തിന് അനിവാര്യമാണ് ഈ സമരമാർഗം എന്ന് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. ആ ഒരു ഘട്ടത്തിലേക്ക് ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ ഇപ്പോൾ ഇനി ഏതാനും സമയം മാത്രം മതി, 1 മണിക്കൂറിനപ്പുറം കൊണ്ട് സമരം തുടങ്ങാൻ ഒരുങ്ങുമ്പോൾ അതിൽ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ള പിന്തുണ എന്തെല്ലാം, ആരെല്ലാം വരുമെന്ന് ഇടത് പക്ഷം പ്രതീക്ഷിക്കുന്നു? പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെ പ്രവർത്തകരുടെ സാന്നിധ്യം ഏതെല്ലാം തരത്തിൽ കൂടി പ്രതീക്ഷിക്കുകയാണ് തലസ്ഥാന നഗരിയിൽ? ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും ഭദ്രതയും കാത്തുസൂക്ഷിക്കാൻ ശക്തമായിട്ടുള്ള കേന്ദ്രവും ശാക്തീകരിക്കപ്പെട്ട സംസ്ഥാനങ്ങളും അത്യാവശ്യമാണ്. അപ്പോൾ ഈ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന ഈ നയങ്ങൾക്കെതിരെ പരമാവധി ഗവൺമെന്റിന്റെ പരാതി കൊടുത്ത്, നിവേദനം കൊടുത്ത്, ചർച്ചകൾ സംഘടിപ്പിച്ചു, പാർലമെന്റിൽ അവതരിപ്പിച്ച് പരമാവധി സംയമനം പാലിച്ച് ഒരു രക്ഷയുമില്ലാതെ വന്ന സാഹചര്യത്തിലാണ് പ്രത്യക്ഷമായിട്ടുള്ള സമരത്തിലേക്കും നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലേക്കും കടക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തണമെങ്കിൽ ശരിക്കും അതിൽ നിയമപരമായിട്ടുള്ള ഇഷ്യൂ വേണമല്ലോ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയൂ. അത്തരത്തിലുള്ള പോരാട്ടം നടത്തുന്നതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ 28 കക്ഷികളുണ്ട്. സമാനമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം യോജിച്ച പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആദ്യ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലടക്കം തീരുമാനിച്ചത്. അതുകൊണ്ട് ഈ വിഷയവുമായി സഹകരിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളും ഈ വിഷയവുമായി സഹകരിക്കണമെന്നും സമരത്തിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹമാണ് LDF മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ അടക്കം പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കർണാടകത്തിലെ മുഖ്യമന്ത്രി അടക്കം ഇന്നലെ പരസ്യ പ്രസ്താവന നടത്തി കേരളം മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം ഏറ്റവും റിലവന്റ് ആണ്, അതുകൊണ്ട് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമുള്ള അതിന്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുമെന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരത് പവാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. പരമാവധി യോജിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും ഡൽഹിയിൽ നടക്കുന്ന ഈ മഹാസമരത്തിന്റെ ഭാഗമായി, ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഐതിഹാസികമായ സമരത്തിന്റെ ഭാഗമായി അണിനിരത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി ആളുകൾ സഹകരിക്കും. ഇത് കേന്ദ്രത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്ന തരത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളെ, BJP ഇതര സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളെ തടസ്സപ്പെടുത്താനും സാമ്പത്തിക ഫെഡറലിസം തകർക്കാൻ വേണ്ടി നടക്കുന്ന ആ ശ്രമങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള പ്രക്ഷോഭമായി ഇത് മാറും എന്നതിൽ സംശയമില്ല. ഇന്നാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള MPമാരെല്ലാം കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് പാർലമെന്റിൽ ഹാജരാകും എന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കത്ത് നൽകിയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എന്താണ്? ആ നിലപാട് പരസ്യമായി ഖാർഗെ വ്യക്തമാക്കിയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്, സമരത്തിന് പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ട്? മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം തൃശൂരിൽ വന്ന് കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ കേരളം ഉയർത്തിയിരിക്കുന്ന ഈ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അനുഭാവപൂർവ്വമായിട്ട് തന്നെയാണ് സംസാരിച്ചത്. അതുപോലെ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ പോലും കേരളം ഉയർത്തിയിരിക്കുന്ന ഈ മുദ്രാവാക്യങ്ങൾ ഏറ്റവും കാലികമാണ്, ഏറ്റവും നിലനിൽക്കുന്നതാണ് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിച്ചു. ഈ സമരത്തിൽ അദ്ദേഹം പങ്കെടുക്കണം, അഭിവാദ്യം ചെയ്യണം എന്ന രൂപത്തിൽ കത്തും നൽകിയിരുന്നു. പക്ഷെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഈ കേരളത്തിലെ കോൺഗ്രസ് ഇതിനോട് വിമുഖത കാണിക്കുന്നു. ഈ ചരിത്ര സമരത്തിന്റെ ഭാഗമായി അണിനിരക്കാൻ തയ്യാറാകുന്നില്ല. സമര മുദ്രാവാക്യങ്ങൾ ജനകീയമാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്, നിലനിൽക്കുന്നതാണ് എന്നും കേന്ദ്രം സംസ്ഥാനങ്ങളോട് അവഗണന കാണിക്കുന്നുണ്ട് എന്ന് പരസ്യമായി പറയുകയും, എന്നാൽ കേരളത്തിന്റെ ഒരു ജനകീയ പ്രശ്നം വന്നപ്പോൾ ആ സമരത്തോട് മുഖം തിരിക്കുന്ന ഒരു സമീപനം കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ പരസ്യമായി ഈ സമരത്തിൽ വന്ന് പങ്കെടുക്കാൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാം. പക്ഷേ കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി, അതുപോലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നവർ ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണല്ലോ. അപ്പോൾ അവരെല്ലാം ഈ സമരത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്ന മുദ്രാവാക്യം, കേരളം മുന്നോട്ട് വച്ചിരിക്കുന്ന മുദ്രാവാക്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും കേന്ദ്രത്തിന്റെ കണ്ണു തുറപ്പിക്കുന്ന തരത്തിൽ ആ സമരം മുന്നോട്ട് പോകണമെന്നും ഞങ്ങളുടെയൊക്കെ പിന്തുണ ആ സമരത്തിനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരെല്ലാം മനസ്സുകൊണ്ട് ഞങ്ങളോട് ഒപ്പമാണ്. പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം ഈ സമരത്തിന്റെ ഭാഗമായി മനസ്സുകൊണ്ടും ഞങ്ങളോടൊപ്പം തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഞാൻ തിരികെ എത്താം.